പാർപ്പിക്കുന്ന ആളുകളൊക്കെ അപ്പുറം കിടക്കാൻ ഇപ്പോഴും ഇനി ഒരു ദുരന്തം ഉണ്ടാവാതെ എന്തെങ്കിലും ബാക്കിയുള്ളത് മാറ്റി പാർപ്പിക്കാൻ സംവിധാനം കഴിഞ്ഞിട്ടാ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഫയർഫോഴ്സ് പറയും നാട്ടിലേക്ക് സാധാരണക്കാരൻ ജീവൻ പണം വെച്ചിട്ട് മുണ്ടക്കായി കുടുങ്ങി കിടന്ന ആളുകളെ മുഴുവൻ പുറത്തെത്തിക്കുക. സാധാരണക്കാരൻ മുഴുവൻ ആളുകളെ പുറത്തെത്തിച്ചിട്ടും ഇവർ ഇപ്പോഴും അങ്ങോട്ട് കടന്നു വരുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയ ആളുകളുടെ ദുരിതപൂർണമായൊരു അവസ്ഥയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഈ മുണ്ടക്കൽ ചൂരൽമലയിൽ താമസിക്കുന്ന നിർദ്ധരായ ഒരുപാട് കുടുംബങ്ങൾ ആ ഒരു ദുരന്തത്തിൻ്റെ തീവ്രതയിൽ അകപ്പെട്ടുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു 450 കുടുംബങ്ങൾ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി മാറി എന്നതാണ്. ഒഫീഷ്യൽ കണക്കനുസരിച്ച് 300 ആളുകൾ മരണപ്പെട്ടുവെന്നും അതുപോലെ തന്നെ 30 ചില്ലാനം ആളുകളെ കാണാതായും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ആ വയനാട് നടന്ന ആ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഡെഡ് ബോഡികളും മറ്റുമൊക്കെ നമ്മൾ കണ്ടെത്തിയത് പലപ്പോഴും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ്. അത്രയും തീവ്രമായ ദുരന്തമായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 സ്റ്റെപ്പുകളാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു ദുരന്തം സ്വാഭാവികതയാണ്. ആ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു സർക്കാരും ഗവൺമെൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രീക്കോഷൻസ് ഒക്കെ എടുക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സർക്കാർ ചെയ്യേണ്ടത് ഇവാക്വേഷൻ അതുപോലെ റിഹാബിലിറ്റേഷൻ, ഈ 2 മെത്തേഡുകളാണ്, ഈ 2 മെഷേഴ്സാണ്. അപ്പോൾ ഇവിടെ ഇവാക്വേഷൻ്റെ പ്രവർത്തനം നമ്മൾ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിക്കും അതുപോലെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള ഇവാക്വേഷൻ മെഷേഴ്സ് ആയിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ അവിടേക്ക് ചെന്നു. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ തെരഞ്ഞും കണ്ടുപിടിച്ചും അല്ലാതെയും ജീവനോടെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളൊക്കെ കണ്ടെത്തിയുമൊക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല നമ്മുടെ കേരള സർക്കാരിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മാത്രം മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന സമയത്ത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് സഹായം തൊടുന്നു, സെൻട്രൽ ഗവൺമെൻറ് വരുന്നു, സൈന്യം വരുന്നു, സൈന്യത്തിന് അഭിവാദ്യം ജനങ്ങളെല്ലാവരും ചെയ്യുന്നു. അങ്ങനെ ധീരമായ പ്രവർത്തനത്തിലൂടെ ഒരു ദിവസം കൊണ്ട് ബെയിലി പാലം എന്നുള്ളൊരു പാലമൊക്കെ അവിടെ നിർമ്മിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദുരന്തത്തിന് ശേഷം ഇവാക്വേഷൻ എന്നുള്ള ഒരു പ്രവർത്തനം വളരെ വൃത്തിക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടന്നു എന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ യുവജന സംഘടനകളും ഒക്കെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് ഇനി 2ാം സ്റ്റേജിൽ വരുന്ന കാര്യമാണ് റിഹാബിലിറ്റേഷൻ. അത് ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്ത് തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ദുരന്തത്തിൽ ഒരു മാരകമായ ദുരന്തമാകുമ്പോൾ അതുവരെ എല്ലാ സൗകര്യങ്ങളും ജീവിച്ച മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ വീടും കുടുംബവും അതുപോലെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട സ്ഥിതിയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ നാടിനാണ്. അവിടെയാണ് ഈ റിഹാബിലിറ്റേഷനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം വരുന്നത്. ഇനി നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിലേക്ക് വരാം. ഈ ഒരു ദുരന്തം കഴിഞ്ഞു, അതായത് 2024 ജൂലൈ 30 ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു വർഷം തികയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റിഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങൾ എത്രത്തോളമായി എന്നത് അനാലിസിസ് ചെയ്യേണ്ടത് അനിവാര്യതയാണ്. പ്രത്യേകിച്ച് ഇന്നും അതിൻ്റെ ദുരിതത്തിൽപ്പെട്ട ആളുകൾ ഇന്നും ഇവിടെ ഈ ദുരന്തത്തിൻ്റെ തീവ്രതയിൽ ഇന്നും ആ ദുരന്തത്തിൻ്റെ നോവിൽ സങ്കടപ്പെട്ടുകൊണ്ട് യാതൊരുവിധ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ കോമ്പൻസേഷനോ ലഭിക്കാതെ ഇന്നും ഇതിനുവേണ്ടി സർക്കാരിന് മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ദാരുണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റം ബ്യൂറോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് റെഡ് ടാപ്പിസത്തിൽ വരുന്നതാണ്. വില്ലേജ് ഓഫീസറെ കാണാൻ പറയുന്നു, അതിനുശേഷം തഹസിൽദാർമാരെ കാണാൻ പറയുന്നു. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചോ അവരുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ചോ ഉള്ള ആളുകളെ വെട്ടുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ യഥാർത്ഥ ഇരകൾക്ക് പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ മതിയായ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കിട്ടാതെ വരാറുണ്ട്. ഇനി നമ്മുടെ കേരള ഗവൺമെൻറ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടാണ് സാധാരണഗതി പ്രവർത്തിക്കാറുള്ളത്. നമുക്കറിയാം 2020 നടന്ന കോവിഡ് മഹാമാരി അത് കേരളത്തിൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിവിഡൻഡ് കൂടിയായിരുന്നു അടുത്ത നെക്സ്റ്റ് ടേം പിണറായി 2.0 എന്നുള്ള നെക്സ്റ്റ് ടേം കേരള ജനത ഒന്നടങ്കം പിണറായി സർക്കാർ കൊടുത്തത്. അത് അവരുടെ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി കൂടിയാണ്. ഇനി ഈ ഒരു വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ സ്പെസിഫിക് ആയി ഈ ദുരന്തത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഈ പറയപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തിക്കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതൊന്ന്. 2, ഒരുപാട് ആളുകൾ ഒരുപാട് ഓഫറുകൾ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനോ അത് കൃത്യമായി കണക്കാക്കി ഈ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഒരു ടൗൺ ഒന്നടങ്കം ഒലിച്ചു പോയ സാഹചര്യം ആകുമ്പോൾ അതിൽ ടൗൺ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഫണ്ട് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സ്റ്റേറ്റിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിലും വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്നത് കൊണ്ടോ മറ്റോ കേരളത്തോട് ഒരു അനുഭാവപൂർണ്ണമായൊരു സമീപനം സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നത് സത്യമാണ്. കാരണം തമിഴ്നാട് ദുരന്തം ഉണ്ടായപ്പോൾ മധ്യപ്രദേശ് ദുരന്തം ഉണ്ടായ ഫ്ലഡ് ഉണ്ടായ സമയത്തൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കോമ്പൻസേഷനൊക്കെ ബിഹാറിൽ അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൃത്യമായിട്ട് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. ഒരു പക്ഷേ അവർ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ ഡിവിഡൻഡ് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും കേരളത്തിന് മതിയായ ഒരു പരിഗണന ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേവലം ഒരു 250
കോടിയോളം രൂപയാണ് ഒരു പലിശരഹിത വായ്പയായിട്ടാണ് കേരളത്തിന് കൊടുത്തത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളൊന്നും കിട്ടിയില്ലാന്ന്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ഡയറക്റ്റായിട്ട് ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയ ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയില്ലെങ്കിൽ പോലും സ്റ്റേറ്റ് ആക്റ്റീവായിട്ട് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ചെയ്തു തീർക്കുക എന്നത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തം കഴിഞ്ഞ തൊട്ടുടനെ തന്നെ സ്റ്റേറ്റിൻ്റെ മേൽനോട്ടത്തിൽ വയനാട് ലാൻഡ്സ്ലൈഡ് ഫണ്ട് എന്നുള്ള രൂപത്തിൽ CMDRF ഫണ്ടിലേക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് തന്നെ ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നു. സ്വാഭാവികമായിട്ട് CMDRFൻ്റെ ഫണ്ട് രൂപീകരിച്ചു. അങ്ങനെ കേരളത്തിൻ്റെ സർക്കാർ മേഖലയിലുള്ള ആളുകൾ അവരുടെ മാസ സാലറി കൊടുത്തുകൊണ്ടും അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ദിവസവേതനവും മാസവേതനവും ഒക്കെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ വ്യവസായികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ഫണ്ട് സ്വരൂപം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അനാലിസിസ് ചെയ്ത് നോക്കിയ സമയത്ത് അത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു സൈറ്റ് കൂടിയാണ്. അപ്പോൾ അതിൽ വന്ന ടോട്ടൽ ഫണ്ടുകൾ എത്രയാണ്, എത്ര എക്സ്പെൻഡിച്ചർ, എത്ര ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഒരു കൃത്യമായി നമുക്ക് ഏതൊരാൾക്കും പരിശോധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് 270 കോടി രൂപയാണ് അതിലേക്ക് ഫണ്ടുകളായി വന്നിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം ഒരു 40 കോടിയോളം രൂപ മാത്രമാണ് ഇത്രയും കാലമായിട്ട് ചിലവഴിച്ചിട്ടുള്ളൂ. അതായത് ഇന്നും ഒരു 234 കോടി രൂപ ഇന്നും അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ആ ഒരു ഫണ്ടിൽ ഒന്നും തൊട്ടും ഉപയോഗിക്കാതെ അതിൻ്റെ ഇരകളായ ആളുകൾക്ക് നൽകാതെയൊക്കെയായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികം കൈമൈ മറന്ന് സഹായിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളം. ഏത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു സങ്കടം കേൾക്കുമ്പോൾ എത്രയും ഫണ്ട് എത്ര രൂപയാണെങ്കിലും കോടിക്കണക്കിന് രൂപ SMA രോഗികളായ ആളുകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ സഹായിച്ച് പിരിച്ചു നൽകുന്ന മലയാളികളുടെ ആ ഒരു സ്നേഹവും കരുതലും അപാരമാണ്. ഇപ്പോൾ യമനിൽ ജയിലിൽ കടന്നിരുന്ന ഒരു റഹീമിൻ്റെ കേസൊക്കെ നമുക്ക് അതിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുത്തിട്ട് പോലും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഇരകളായ ആളുകൾ പലപ്പോഴും ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രൊപ്പഗണ്ടക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഈ നമ്മുടെ സിസ്റ്റം റൺ ചെയ്തതെന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ്. കാരണം പല ആളുകളും ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കയ്യിൽ പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അഴിമതിയിലേക്കും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്നുള്ള ഒരുപാട് ന്യൂസുകൾ അത് ഈ CMDRF ഫണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സ്ക്രൂട്ടിനി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും വളരെ കർശനമായിട്ട് പ്രവർത്തിക്കേണ്ട സംവിധാനം വളരെ നിർലജ്ജമായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയതെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിന് 270 കോടി രൂപ കൃത്യമായിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടി. ഒരുപക്ഷെ ആ ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ ഇവരെ മാനേജ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്ര വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. കർണാടകയിലുള്ള സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്ര വീടുകൾ നിർമ്മിച്ചു തരാൻ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ, പല മാധ്യമ പ്രവർത്തകരായ ആളുകളൊക്കെ പല ടൗൺഷിപ്പ് ഓഫർ ചെയ്തിരുന്നു. ഈ ഓഫറുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവരിൽ നിന്ന് ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് കോർഡിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിലൂടെയോ അല്ലാതെയോ ഈ ഒരു പ്രശ്നം വളരെ സിമ്പിളായി പരിഹരിക്കാവുന്നിടത്ത് നിന്ന് മാറി ഇതൊരു നിസ്സംഗമായ സമീപനം, ഒരു വർഷം കാത്തിരുന്നുകൊണ്ട് പോലും നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ദിനപത്ത് പോലും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊന്നും അവർ കൃത്യമായി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഫെയിലിയറാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് എന്നതാണ് സത്യം. അപ്പോൾ അത് മറികടക്കേണ്ടതുണ്ട്. ആ ഫെയിലിയർ എത്രത്തോളമാണെങ്കിൽ പോലും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു അശുഭകരമായ സൂചന എന്ന് പറയുന്നത്, ഇനി അടുത്തൊരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ആരും സ്റ്റേറ്റിനെ വിശ്വസിക്കാത്ത, സ്റ്റേറ്റ് മെഷീനറി വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സന്നദ്ധ സേവകരും NGOകളും ഒക്കെ ആയിരിക്കും ഇവരുടെ ഫണ്ടും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അപ്പോൾ അത് ഒരുപാട് കറപ്ഷൻ അതുപോലെ അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. സുതാര്യത ആ വിഷയത്തിൽ ഒരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഇത് മാനേജ് ചെയ്യുന്നതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കരുതൽ ഉണ്ടാവണം എന്നതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. മാത്രമല്ല ഡിസാസ്റ്റർ സ്വാഭാവികതയാണ്, പക്ഷേ റീഹാബിലിറ്റേഷൻ കൃത്യമായി നടന്നിട്ടില്ല എങ്കിൽ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ഒരു ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്ററായി മാറിയാൽ തന്നെ അത്ഭുതപ്പെടാനില്ല എന്നതാണ് സത്യം. അപ്പോൾ അതാണ് ഈ ഒരു ദുരന്തം, അതിൻ്റെ അനുബന്ധ സൂചനകളൊക്കെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.